ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാലപ്പടക്കം, ഗുണ്ട്, ചക്രം, മത്താപ്പ്, റോക്കറ്റ്, നനഞ്ഞ പടക്കം. ഇതൊക്കെ ആരാണ് എന്ന് പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഓരോരുത്തരും അതിനെക്കുറിച്ച് സംസാരിച്ചു. ഗബ്രി വന്നിട്ട് നോറയാണ് മാലപ്പടക്കമെന്നും, അപ്സര ഗുണ്ടാണെന്നും, ചക്രം ജാൻമണിയാണെന്നും, മത്താപ്പ് ജിൻഡോയാണെന്നും, റോക്കറ്റ് സിബിനാണെന്നും, നനഞ്ഞ പടക്കം നന്ദനയാണെന്നും പറഞ്ഞു. ജാസ്മിൻ വന്ന് മാലപ്പടക്കം ജാൻമണിയാണെന്നും, റസ്മിൻ ഗുണ്ടാണെന്നും, ചക്രം നോറയും അൻസിബയുമാണെന്നും, മത്താപ്പ് ജിൻഡോയാണെന്നും, റോക്കറ്റ് സിബിനാണെന്നും പറഞ്ഞു. നനഞ്ഞ പടക്കം ഞാനും നന്ദനയും എന്നാണ് പറഞ്ഞത്. സെൽഫ് നോമിനേഷൻ പറ്റില്ല, അപ്പം അതുകൊണ്ട് ജാസ്മിൻ പറഞ്ഞത് നനഞ്ഞ പടക്കം അത് ഞാനാണ്, പക്ഷെ ഒരാളെ പറഞ്ഞേ പറ്റുള്ളൂ എന്നതുകൊണ്ട് നന്ദന. ഇന്ന് രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും ഇന്നലത്തെ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. മൂഡ് ഓഫ് തന്നെയാണ് രണ്ടുപേരും. ജാസ്മിൻ ഇന്ന് രാവിലെ തന്നെ കുറേ സമയം മെഡിക്കൽ റൂമിലൊക്കെ ആയിരുന്നു, ലൈവിൽ കാണാനേ ഉണ്ടായിരുന്നില്ല കുറേ സമയത്ത്. ഇവർ മാനസികമായി തകർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ബട്ട് അവർ തിരിച്ചു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതേ പ്രതിസന്ധിയിലൂടെ ഇതിന് മുമ്പ് അവർ ബിഗ് ബോസിനകത്ത് കടന്നു പോയിട്ടുണ്ട്. ജാസ്മിൻ്റെ ഫാദർ വിളിച്ച സമയത്ത് അതിൽ നിന്നൊക്കെ അവർ ഓവർകം ചെയ്ത് വന്നതുപോലെ ഇതിൽ നിന്നും മേ ബി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്ത രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രിയും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അകത്തും പുറത്തുമൊക്കെ ഏറ്റവും അധികം ചർച്ച നടക്കുന്നത് ഇവരെ കുറിച്ചാണ്. മാത്രമല്ല അവിടെ പ്രധാനമായിട്ടും എല്ലാവരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നതും ഇവരെയാണ്. ഇവരെ പൊളിക്കുക എന്നുള്ളതാണ് ഹൗസ് മേറ്റ്സിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്നുകൂടി ഇപ്പോൾ വ്യക്തമാവുകയാണ്. കാരണം ഇവർ സ്ട്രോങ് ആണ്, ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ സ്ട്രോങ് ആണ്. ഇവരെ പൊളിച്ച് അടുക്കുക എന്നുള്ളതാണ് വീട്ടുകാരുടെ ലക്ഷ്യം. നമുക്ക് നോക്കാം ഇവരെങ്ങനെ ഇതിനെ അതിജീവിക്കും. ഇവരെ പൊളിക്കാൻ ആരെങ്കിലും സക്സസ് ആവുമോ? കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം. തൽക്കാലം ബൈ ബൈ.